ഇന്ന് കപ്പിൾസിനിടയിൽ വലിയൊരു സംശയമാണ്, പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ടും കൺസീവ് ആകുന്നില്ലെങ്കിൽ എന്ന് മുതലാണ് ഒരു ഡോക്ടറെ കണ്ട് പരിശോധനകൾ തുടങ്ങേണ്ടത് എന്നത്. സാധാരണഗതിയിൽ ഒരു വർഷം തുടർച്ചയായ ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ ആഴ്ചയിൽ 2-3 തവണ ബന്ധപ്പെട്ടിട്ടും ഗർഭധാരണം നടക്കുന്നില്ലെങ്കിൽ മാത്രമേ ഇൻഫെർട്ടിലിറ്റി ഇവാലുവേഷൻ തുടങ്ങേണ്ടതുള്ളൂ. ആരോഗ്യവാന്മാരായ ദമ്പതികളിൽ ഒരു വർഷത്തിനുള്ളിൽ ഗർഭിണിയാകാൻ 85 മുതൽ 90% വരെ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടതില്ല. ചില പ്രത്യേക കണ്ടീഷനുകളിൽ നേരത്തെ തന്നെ പരിശോധന തുടങ്ങുന്നത് ഉചിതമാണ്. ഫോർ എക്സാമ്പിൾ, സ്ത്രീകളുടെ പ്രായം 35 വയസ്സിന് മുകളിലാണെങ്കിൽ 6 മാസം ശ്രമിച്ചതിനു ശേഷം പ്രഗ്നന്റ് ആവുന്നില്ലെങ്കിൽ പരിശോധന തുടങ്ങാവുന്നതാണ്. ഇനി ഇറഗുലർ പീരീഡ്സ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് വളരെ കുറവാണെങ്കിൽ, അതുപോലെ മുമ്പ് പെൽവിക് ഇൻഫെക്ഷൻസ് ഹിസ്റ്ററി ഉള്ളവർ, അല്ലെങ്കിൽ യൂട്രസ്, ഓവറി, ട്യൂബ് എന്നിവയിൽ എപ്പോഴെങ്കിലും സർജറികൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഇനി അതുമല്ലെങ്കിൽ TB, എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവരിലും ഇതിന് നേരത്തെ തന്നെ പരിശോധന തുടങ്ങേണ്ടതാണ്. ഇനി പുരുഷന്മാരിലാണെങ്കിൽ ബീജസംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പരിശോധനകൾ തുടങ്ങാവുന്നതാണ്. ഈ ചെക്കപ്പിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് സെമൻ അനാലിസിസ്, സ്ത്രീകൾക്കായുള്ള അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഇരുവരുടെയും രക്തപരിശോധനകൾ എന്നിവയാണ്. നിങ്ങൾ കുട്ടികൾക്കായി ശ്രമിക്കുന്നവരാണെങ്കിൽ അനാവശ്യമായ ആശങ്കകൾ ഒഴിവാക്കി കൃത്യസമയത്ത് തന്നെ മെഡിക്കൽ അഡ്വൈസ് തേടുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ഇത് ഉപയോഗപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.